നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഞ്ജലിയുടെ ഈ പനിക്കഥ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന എന്റെ വിശ്വാസം. അതെന്താണെന്ന് അഞ്ജലി പറയണം. കേൾക്കണം എനിക്ക്. ഞാൻ വെറുതെ ഒന്നുമല്ല. അഞ്ജലിക്ക് പറയാനുണ്ട്, എനിക്ക് കേൾക്കാനും. പ്ലീസ് എന്നോട് സംസാരിക്കേ. എന്ത് തന്നെ ഭരിക്കുന്ന പ്രശ്നം? ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് 3 കുട്ടികളുടെ ഉത്തരവാദിത്വവും ചുമലിലേറ്റിയ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അവർ ചിരിച്ചാഹ്ലാദിച്ച് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ ഞാൻ നിരന്തരം അധ്വാനിക്കുന്നതും. പക്ഷേ അതുപോലെ നിലനിർത്താനാവാത്ത സാഹചര്യങ്ങൾ വന്നു ചേരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. സോറി അഞ്ജലി. അഞ്ജലി പറയുന്നൊന്നും എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒന്നും കാര്യകാരണങ്ങളെക്കുറിച്ചാണ് വ്യക്തമാവാത്തത്. അഞ്ജലി ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വെറുപ്പ്, വിരോധം, പക? അതൊരു വ്യക്തിയോടാണോ, അതോ കുടുംബത്തോടാണോ, അതോ ഒന്നിലധികം ആൾക്കാരോടോ? എന്താണെങ്കിലും തുറന്നു പറ. സോറി പ്രസാദേട്ടാ, എല്ലാം തുറന്നു പറയാവുന്നൊരു ദിവസം വരും എനിക്ക്. ഇന്നല്ല, പക്ഷേ അന്ന് അതെല്ലാം ആദ്യം കേൾക്കുന്നയാൾ പ്രസാദേട്ടനായിരിക്കും. അതിനു മുമ്പ് പ്രസാദേട്ടനൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം, ഇപ്പൊ തന്നെ. അഞ്ജലി പറഞ്ഞോളൂ. ഏത് കാര്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവുമെന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാ. ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും. തനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്കറിയാം, എന്നാലും പറഞ്ഞൂന്ന് മാത്രം. എന്റെ കുഞ്ഞുങ്ങൾക്ക് തുണയായി എന്നും അവർക്കൊപ്പം ജീവിക്കണമെന്നതാ എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഒരു ദുഷ്ടന്റെ വഞ്ചനയുടെ വാൾ തൂങ്ങുന്നുണ്ട്. അതേത് നിമിഷവും എന്റെ കഴുത്ത് മുറിച്ച് കടന്നു പോവും. അങ്ങനെ എന്തെങ്കിലും നടന്നാ പ്രസാദേട്ടൻ വേണം ഈ വീട്ടിന് തുണയായിട്ട്. അഞ്ജലി എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊന്നും ആർക്കും ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് നീതി നിയമം നിഷേധിക്കപ്പെട്ട നാടാണോ നമ്മുടേത്? എനിക്കറിയില്ല പ്രസാദേട്ടാ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു നീതിബോധം ഇല്ലാത്തൊരാളാണ് എനിക്ക് നേരെ വാളോങ്ങുന്നതെന്ന് മാത്രം ഞാൻ പറയും. അതിൽ പെട്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ ഇല്ലാതെ ആയാൽ, എന്റെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയാൽ അവരെ സ്വന്തം മക്കളായി കണ്ട് പ്രസാദേട്ടനെ ഏറ്റെടുക്കണം. തീർച്ചയായും. ഇപ്പൊ അഞ്ജലി ഭാവന ചെയ്തെടുക്കുന്ന ഈ അപകടങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കാത്തതാണെന്ന് പൂർണ്ണ ഉറപ്പെനിക്കുണ്ട്. അഞ്ജലിക്ക് ഒന്നും സംഭവിക്കില്ല. എങ്കിലും അഞ്ജലി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഉറപ്പു തരിക. അഞ്ജലിയുടെ അനുജത്തിമാരും അച്ചൂട്ടനും എനിക്കും സ്വന്തം മക്കളെ പോലെയാണ്. എന്തെങ്കിലും കാരണവശാൽ അഞ്ജലി അവർക്കൊപ്പം ഇല്ലാതെ വരുന്നൊരു നാളുണ്ടായാൽ അന്നു മുതൽ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ അവരെ പൊന്നുപോലെ നോക്കും. എന്റെ ജീവൻ കൊടുത്തായാലും അവരെ സംരക്ഷിക്കുന്ന അർത്ഥം. അഞ്ജലിക്ക് എന്നെ വിശ്വസിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.